ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന തീറ്റേനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ടൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തലേ ദിവസം കുറച്ച് തോനെ ചോറ് വെക്കും, കുറച്ച് വെക്കും കോഴികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോറിലേക്ക് ചോളത്തവിട് ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ ചോറും ചോളത്തവിടും മുട്ടത്തോട് പൊടിച്ചതും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ആ ചോറിൻ്റെയും ഇതിൻ്റെയൊക്കെ നനവുകൊണ്ട് തന്നെ നന്നായിട്ടത് പുട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ രൂപത്തിലേക്ക് ആയി കിട്ടും. ഇനി അങ്ങനെ നനവ് കുറവുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ രാവിലെ കോഴികൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കോഴികൾക്ക് കൊടുക്കുന്നത് കൊണ്ടിട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവരെല്ലാവരും കൂടി നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കൂടെ ഓടി വരും. അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ഫോണും പിന്നെ തീറ്റ കൊടുക്കലൊക്കെ കൂടി വീഡിയോ എടുക്കൽ നടക്കില്ല. അതാണ് കേട്ടോ ഞാൻ പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാഞ്ഞപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒക്കെ കൂടി എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അവർ നമ്മൾ തീറ്റ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ നമ്മളെ അടുത്തേക്ക് കൊണ്ട് അവരോട് പാറി വരും. അപ്പോൾ മഴയ കാരണം കൊണ്ട് കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവരിട്ട് കൊടുത്താൽ അത് ആകെ ചിക്കി ചകഞ്ഞ് ഒരു മാതിരി ആക്കും ആദ്യം കേട്ടോ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അതൊക്കെ തിന്നും. ഇതാണിപ്പോൾ കൂട്ടിലുള്ള വലിയ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുത്തത്. അത് കണ്ട അവരാകെ തിന്ന് അതിൽ കയറി നിന്ന് ചിക്കി ചകഞ്ഞിട്ടാണ് ആ രൂപത്തിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അടുത്ത തീറ്റ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേനൊക്കെ അത് ഫുള്ള് നിലത്ത് പോയതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ ചെയ്യുക കേട്ടോ. ഈ കൂട്ടിൽ വലിയ കോഴികളാണ്, നമ്മൾ മുടയിടുന്ന കോഴികളാണ്. മറ്റേ കുട്ടികളെ ഇതിലേക്ക് ആക്കിയിട്ടില്ല. അവർ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കൊത്തു കൂടുവർ. അതാണ് ഈ കൂട്ടിലാക്കാത്തത്. ഇതാണ് നമ്മളെ കൂട്ടിലെ അവസ്ഥ. ഇവരെ പുറത്ത് വിടാത്ത കാരണം കൊണ്ടേ. ഇതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കാട്ടോ, 2-2.5 മാസമായ കുട്ടികളും പിന്നെ നമ്മൾ കുറച്ച് ഫാമിൽ നിന്ന് ഇറക്കിയ കോഴികൾ അവർക്കൊക്കെ കൂടി വെച്ച് കൊടുത്താണത്. ഇത് കണ്ട അവസ്ഥ, ഇതാണ് അവസ്ഥ. ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആകെ അങ്ങോട്ട് ചിക്കിയിട്ട് ഒരു വിധമാക്കും. പിന്നെ അവർ പിന്നെ ആദ്യം അങ്ങനെയൊക്കെ ചെയ്താലും പിന്നെ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഫുള്ള് തിന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുള്ള് തിന്നതാണ് കേട്ടത്. ഇത് കണ്ട, ഇതൊക്കെ ഞാൻ വരുമ്പോഴത്തേനും ഒരു വിധമൊക്കെ തീറ്റ കഴിഞ്ഞു. ഇതൊരു ഉച്ചയ്ക്ക് ഞാൻ വന്നതാണ്. ഉച്ചയ്ക്ക് ഞാനൊന്ന് വന്ന് നോക്കിയതാണ്, എന്താ ഈ തീറ്റ, ഇനി തീറ്റ കഴിഞ്ഞിട്ടുണ്ടോ, ഇട്ട് കൊടുക്കണോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും കേട്ടോ. അവരെ എപ്പോഴും ഞാൻ കൂട്ടിലിങ്ങനെ വന്ന് നോക്കും. പിന്നെ എന്താ വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ കോഴികളും മുട്ട ഇട്ടിട്ടുണ്ടാവും. അപ്പം മുട്ട എടുക്കും വേണം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊന്നുമില്ല, വെയിലായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ കോഴികളെ ഞാൻ വിട്ടു കേട്ടോ പുറത്തേക്ക്. എന്നിട്ട് പിന്നെ ഞാൻ കോഴിമുട്ട എടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ നമ്മളൊരു വെള്ളപ്പട അതിൽ കിടക്കുന്നുണ്ട്. ഈ കൊട്ടയിലും കോഴിമുട്ട ഇടും, അവിടെ അകത്തുണ്ടൊരു കൊട്ട, അതിലും ഇടും, എല്ലാം ഇടും. ഏകദേശം ഒരു 10-11 മുട്ടയൊക്കെ കിട്ടും കേട്ടോ ഡെയിലി. കുറേ കോഴികൾ പൊരുന്നി കിടന്നാലും മറ്റേ കോഴികളിടും. അങ്ങനെ നമുക്ക് ഡെയിലി ഒരു 10, 12, 13 കോഴിമുട്ടയൊക്കെ എന്തായാലും കിട്ടും. ഇന്നൊരു 10-11 കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും പിന്നെ കോഴിമുട്ട എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പണിയെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകും കോഴിമുട്ട. ഞാൻ കൂട്ടുന്ന കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ കോഴിമുട്ടയൊക്കെ കഴുകിയിട്ടാണ് കൊണ്ടുവരിക. കഴുകി കൊടുന്നതിൻ്റെ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ കഴുകാണ്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കില്ല. ആദ്യം നന്നായിട്ട് നമ്മൾ കൊടുന്ന് പാത്രത്തിലാക്കി കൊടുന്നതിൻ്റെ ശേഷം ഇവിടുന്ന് കൊട്ടത്തളത്തിൽ നിന്ന് നന്നായിട്ട് കഴുകും. നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം മാത്രമേ ഞാൻ കോഴിമുട്ടയൊക്കെ പിന്നെ എടുത്ത് വെക്കുള്ളൂ. അങ്ങനെ ഒരു 10-11 മുട്ട ഡെയിലി കിട്ടും. പിന്നെ 10, 20, 30 പിടക്കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10 ആൾ 15 ആൾ ഒരു ദിവസം കോഴിമുട്ട ഇട്ടാലും 10 ആൾ നമ്മൾ മുടുക പനിച്ച് കിടന്നാലും 10 ആൾ കോഴിമുട്ട ഉണ്ടാവും. അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് അല്ല 10 കോഴിയൊക്കെ തോനെ കോഴികൾ വേണം, എന്നാലേ നമുക്ക് ഡെയിലി മുട്ട ഒരു 10 മുട്ട 15 മുട്ടയെങ്കിലും കിട്ടിയാലാണ് നമുക്ക് കോഴിമുട്ട സെയിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കോഴിമുട്ട സെയിലുണ്ട്. അതുകൊണ്ട് ഡെയിലി എനിക്കൊരു 10-15 കോഴിമുട്ട കിട്ടണം, എന്നാലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൊടുക്കാൻ തികയാറില്ല കോഴിമുട്ട. എനിക്ക് കസ്റ്റമർ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കോഴികളെ കുറിച്ച് കൂടുതൽ വളർത്തിയതാണ്. ഇനിയിപ്പോൾ മറ്റേ കോഴികളൊക്കെ മുട്ടയിടാനായി തുടങ്ങിയാൽ പിന്നെ എനിക്ക് കോഴിമുട്ടയുടെ ക്ഷാമം തീരും. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ കൊടുന്ന് വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലുള്ള കോഴിമുട്ടയൊക്കെ തീർന്നു. കാരണം പിന്നെ കുറച്ച് ബൾക്കായി കൊണ്ടുപോകണവരും ഉണ്ട്, വീട്ടാവശ്യത്തിന് കുറേശ്ശെ കൊണ്ടുപോകണവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. കുറച്ച് വീട്ടിൽ തോന ആളുകളുള്ളവരൊക്കെ കുറച്ച് തോന കൊണ്ടുപോകും. 10, 40, 50 കോഴിമുട്ടയൊക്കെ കൊണ്ടുപോകും. ചിലർ 10 കൊണ്ടുപോകും, 15 കൊണ്ടുപോകും, 25 കൊണ്ടുപോകും. അവിടെ എത്രയാണോ നമ്മുടെ കയ്യിലപ്പം സ്റ്റോക്കുള്ളത് വെച്ചാൽ അതാണ് ഞാൻ അപ്പം അവിടെ എടുത്ത് കൊടുക്കാറാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്ഥിരം കസ്റ്റമറുണ്ട്.
അപ്പോൾ അവർക്ക് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ മറ്റുള്ളവർ വന്നാൽ കൊടുക്കാറുള്ളൂ. കാരണം നമ്മളെ കോഴിമുട്ടയ്ക്കും വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് കാരണം കൊണ്ട് എന്നാലും തീറ്റ ചിലവൊക്കെ കഴിച്ചാലും നമുക്ക് ലാഭമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാൽ ഞാൻ വൈകുന്നേരം തലേദിവസം വൈകുന്നേരം ഇട്ട് വെക്കും ഞാൻ ഗോതമ്പ്. ഈ ഗോതമ്പാണ് പിന്നെ ഞാൻ വൈകുന്നേരം കൊടുക്കുക. ഈ ഗോതമ്പ് കൊടുക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുട്ട തീറ്റ അവിടെ കെട്ടിത്തൂക്കിയ പാത്രമില്ല അതിലിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ എല്ലാവർക്കും ഈ ഗോതമ്പാണ് കൊടുക്കുക. കുട്ടികൾക്കും മറ്റവർക്കും ഒക്കെ. കുട്ടികൾക്ക് കുറച്ച് ഗ്രോവർ കുറച്ച് കൊടുക്കും. അതൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇത് ഞാൻ വരുന്നത് കാണുമ്പോഴത്തേന് തന്നെ കണ്ടാ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കൂടി ഇങ്ങോട്ട് നമ്മളെ പാത്രത്തിൻ്റെ അടുത്തേക്കൊണ്ട് വന്നാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഒരു കയ്യിൽ ഫോണല്ലേ. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കണം. എവിടെ വെച്ചാൽ ഇത് മറിഞ്ഞ് വീഴുക. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ ഒരു കയ്യിൽ ഫോണും ഒക്കെ പിടിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണം തന്നെ. കാരണം അവർക്ക് ഇത്ര നേരം കുറച്ച് ഒരു 10-15 ഒരു മണിക്കൂറോളം പിന്നെ ആ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ വേറെ തീറ്റയും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വിശന്നിട്ട് തീറ്റ കൊടുത്താലേ അവർ തിന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവർ തിന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ 2-3 പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നും. പിന്നെ കൂട്ടിലുള്ള കോഴികളുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മേടിക്കാറാണ്. ഗോതമ്പ് മേടിക്കാത്തവരെ ഗോതമ്പൊക്കെ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ കൊടുക്കാറാണ് പതിവ്. അതിൻ്റെ ഇടയിൽ കൂടെ അരി കൊടുക്കും. പിന്നെ കൂട്ടിലുള്ള കോഴികൾക്ക് കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കും. ഗോതമ്പ് എല്ലാവർക്കും കൊടുക്കും. ഗോതമ്പ് ഈ വെള്ളത്തിലിട്ട് കുതിർത്തും കൂടി ചെയ്യുമ്പോൾ നന്നായിട്ട് വയറ് വേഗം അവർക്ക് നിറയും. കാരണം നന്നായിട്ട് വീർക്കുമല്ലോ ഗോതമ്പ്. അല്ലാതെയും കൊടുക്കും കേട്ടോ. വെള്ളത്തിലിടാണ്ടും കൊടുക്കും, വെള്ളത്തിലിട്ടിട്ടും കൊടുക്കും. ചിലപ്പോൾ വെള്ളത്തിലിടാൻ മറന്നാലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിടാണ്ടും കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഗ്രോവറും അതേപോലെ ലെയർ മാഷൊക്കെ ഇതിൻ്റെ ഇടയിൽ അതിങ്ങനെ ഈ പാത്രത്തിലിട്ട് കൊടുക്കില്ല കേട്ടോ. ഈ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ നനവല്ലേ. അപ്പോൾ അത് പൂപ്പൽ വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ മറ്റേ പാത്രം ഉണ്ടല്ലോ നമ്മൾ മേടിക്കണ പാത്രം, അത് 2 കൂട്ടിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. ഗ്രോവറായാലും എന്തൊക്കെ എല്ലാതും ആയാലും നനഞ്ഞ പാത്രത്തിൽ ഞാൻ ഇട്ട് കൊടുക്കില്ല. പിന്നെ ഡെയിലി ഞാൻ പാത്രങ്ങളും വെള്ളം എല്ലാം കൊടുക്കണതൊക്കെ കഴുകി വെക്കും. അതുകൊണ്ട് പിന്നെ എൻ്റെ കോഴികൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ വിമറാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിമറാൾ കൊടുക്കും. അതേപോലെ നമ്മൾ ആ എൻട്രിൽ നിന്നുള്ള മരുന്ന് കൊടുക്കും. അങ്ങനെ എല്ലാ മരുന്നുകളും കൊടുക്കും. ഇത് പിന്നെ ഇവരെ പുറത്ത് വിടുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറേ കുട്ടികൾ വിരിഞ്ഞിറങ്ങിയ കുട്ടികളാണ്. അവരെ വിട്ടാൽ ഇവരെല്ലാവരും കൂടി കൊത്തുകൂടുന്ന കാരണം വിടാറില്ല. ഇപ്പോൾ ഫാമത്തെ കുട്ടികളെ കൊടുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാമശ്രീ കോഴികളെ ഒരു 10-25 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിട്ടാൽ തന്നെ ഇവർ നന്നായിട്ട് കൊത്തുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് ആളുകൾക്ക് വെള്ളം വെച്ച് കൊടുത്തതാണ്. വെള്ളം ഇവിടെയും അവിടെയൊക്കെ വെച്ച് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുടിച്ച് ഇവർക്ക് ഭയങ്കര ദാഹമാണ്. എന്നുവെച്ചാൽ വേറെ എവിടുന്ന് വെള്ളം കിട്ടാനാണ്. നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന വെള്ളം മാത്രമല്ലേ ഉള്ളൂ. വേറെ എവിടുന്ന് ഇവർക്കൊന്നും കിട്ടാനില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് പുല്ലൊക്കെ കെട്ടി കൊടുക്കും. ഈ മഴയെ കാരണം ഞാൻ പുല്ലങ്ങനെ ഇതാക്കാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. ഒഴിവുള്ള സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ പുല്ലൊക്കെ കുറച്ച് പറിച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുക്കും. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തിന്നും. എന്ത് കൊടുത്താലും തിന്നും വരും. പച്ചക്കറി വേസ്റ്റ് ആണെങ്കിലും എന്ത് വേസ്റ്റാണെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കൊടുക്കും. തിന്നും വരും, എല്ലാതും തിന്നും. പക്ഷേ ഈ പൂവൻ കോഴികൾ കിടന്ന് കൊത്തുകൂടുക, അതേപോലെ ഇവരെ ഇട്ടിട്ട് ഓടിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും എല്ലാത്തിനും പിടിച്ചങ്ങോട്ട് കൊടുത്താലോ എന്ന്. പിന്നെ ഇതിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇവരെ കൊടുക്കാനും തോന്നില്ല. നമുക്ക് കോഴികൾ ചെറുപ്പം മുതലേ എനിക്ക് കോഴി, ആട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരെ കൊടുക്കാനും തോന്നില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇവരെ വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരില്ലാത്തൊരു അവസ്ഥയാണ്. ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് നേരം പോകാനും ഇവരുമായിട്ട് അങ്ങനെ ഇവർക്കുള്ള തീറ്റയും കാര്യങ്ങളും അത് കൊടുത്തും കോഴിമുട്ട കൊടുന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗമാണിത്. എന്തായാലും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നാടൻ കോഴിയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി കൂടും. മറ്റേ കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 എണ്ണമൊക്കെ ചത്തു ആ കോഴികളിൽ. അപ്പോൾ ബാക്കിയുള്ള ഗോതമ്പ് ആദ്യം കൊടുത്ത ഗോതമ്പൊക്കെ തീറ്റ കഴിഞ്ഞിട്ടാണ്. അങ്ങോട്ട് ബാക്കിയുള്ള ഗോതമ്പും കൂടി ഞാൻ കൊട്ടി കൊടുത്തതാണ്. ഇനി ഇതിനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതൊക്കെ കാലിയാക്കിയിട്ട് പിന്നെ അവർ വെള്ളവും കുടിച്ച് പിന്നെ അങ്ങനെയാണ് കൂട്ട് കയറി പോകും. പിന്നെ പിറ്റേ ദിവസമേ നോക്കണ്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല, തന്നെ കൂട്ട് കയറും. ഇവിടെ അങ്ങനെ മൊത്തം വല വെച്ച് കെട്ടി മറച്ചതുകൊണ്ട് കോഴികൾ പുറത്തൊന്നും പോവില്ല. അതുകൊണ്ട് എന്തെങ്കിലും മൃഗങ്ങൾ ഇങ്ങോട്ട് വരുമോയെന്നോ അല്ലെങ്കിൽ പട്ടിയോ നായോ അങ്ങനെയൊന്നും വരുമോ അതൊന്നും നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂട്ടിലാക്കിയിട്ട് നമുക്ക് എവിടെയും പോവാം. അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇവർ പുറത്ത് പോവില്ല. മേലെയും കെട്ടിക്കൊടുത്തിട്ടുണ്ട് വല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോവില്ല. ഇവിടെയും അപ്പുറത്തും ഒക്കെ ഡോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.